SPCL ബോണ്ടിൻ്റെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായി നമ്മൾ കെമിക്കൽ കൈനറ്റിക്സിൻ്റെ 2 പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ചർച്ച ചെയ്യുകയായിരുന്നു. അപ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ വ്യക്തമായി കഴിഞ്ഞു. ഓർഡർ, മോളിക്കുലാരിറ്റി തമ്മിലുള്ള ഡിഫറൻസും കാര്യങ്ങളൊക്കെ വ്യക്തമായി. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ലോ എക്സ്പ്രഷനായിരുന്നു, ഓർമ്മയുണ്ട്. ആ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ലോ എക്സ്പ്രഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് ഹാഫ് ലൈഫ് പീരീഡ് ആയിരുന്നു. നമ്മൾ ഹാഫ് ലൈഫ് പീരീഡിനെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കി. 0 ഓർഡർ റിയാക്ഷൻ്റെയും ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെയും ഹാഫ് ലൈഫ് പീരീഡ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്കിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായി ഡിസ്കസ് ചെയ്യാനുള്ളത്, അതായത് ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയായിരിക്കും. അപ്പോൾ നമുക്ക് പ്രധാനമായിട്ട് ഒരു റിയാക്ഷൻ്റെ റേറ്റ് എന്തിനെ, ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റ് എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ വിച്ച് ക്യാൻ ഇൻഫ്ലുവൻസ് ദ റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ എന്ന് ചോദിച്ചാൽ നമുക്കൊരു സംശയമില്ലാതെ പറയാൻ പറ്റുന്ന ഒരു ഫാക്ടറുണ്ട്. ക്യാൻ യു സേ വാട്ട് ഈസ് ദാറ്റ് ഫാക്ടർ? ദാറ്റ് ഫാക്ടർ ഈസ് നത്തിങ് ബട്ട് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ തന്നെയാണത്. കാരണം ടെമ്പറേച്ചർ മാറുന്നതിനനുസരിച്ചിട്ട് റേറ്റ് മാറുന്നു എന്ന് നമ്മൾ ചെറിയ ക്ലാസ് തൊട്ടേ പഠിക്കുന്നുണ്ട്, അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ദ മെയിൻ പോയിൻറ്റ്സ്, ദ വെരി ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ് ഇൻ ദിസ് ക്ലാസ് ഈസ് ദ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് ദി റേറ്റ് ഓഫ് എ റിയാക്ഷൻ. ഒരു രാസപ്രവർത്തനത്തിൻ്റെ റേറ്റിനെ സ്വാധീനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണെന്ത്? ഊഷ്മാവ് അഥവാ ടെമ്പറേച്ചർ. അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കുന്നത് പ്രധാനമായിട്ടും. ഓക്കെ, സി എൻ എക്സാമ്പിൾ. നമുക്ക് നല്ലൊരു എക്സാമ്പിൾ നോക്കാം. ഡീകമ്പോസിഷൻ ഓഫ് N2O5. N2O5 ഡീകമ്പോസ് ചെയ്യുകയാണ്. N2O5 എന്താണ്? ഡൈനൈട്രജൻ പെൻറ്റോക്സൈഡ്, N2O5. അതിൽ 2ഉം 5ഉം സബ്സ്ക്രിപ്റ്റ് ആയിട്ടാണ് വരേണ്ടത് കേട്ടോ, ശ്രദ്ധിക്കുക. ടൈം ടേക്കൺ ടു ഡീകമ്പോസ് ഹാഫ് ഓഫ് ദ മെറ്റീരിയൽ ഈസ് 12 minutes അറ്റ് 50 degree Celsius. 50 degree Celsiusൽ ഈ പറയുന്ന N2O5 ഡീകമ്പോസ് ചെയ്തിട്ട് അതിൻ്റെ പകുതി ആകുന്നതിന് എത്ര വേണം സമയം? 12 മിനിറ്റ് വേണം എന്നാണ് കണക്കാക്കിയിട്ടുള്ളത്. എന്നാൽ ദ ടൈം ടേക്കൺ ടു ഡികമ്പോസ് ഹാഫ് ഓഫ് ദ മെറ്റീരിയൽ ഈസ് 5 hours അറ്റ് 25 degree Celsius. 25 degree Celsius ആവുന്ന സമയത്ത് ടെമ്പറേച്ചർ കുറഞ്ഞു, അല്ലേ? 50 ഡിഗ്രിയിൽ നിന്ന് 25 degree ടെമ്പറേച്ചറിലേക്ക് മാറി. അപ്പോൾ വെറും 25 degree Celsius ടെമ്പറേച്ചർ വരുന്ന സമയത്ത് എത്ര സമയം വേണം? 5 hours വേണം. N2O5 ഡികമ്പോസ് ചെയ്തിട്ട് അതിൻ്റെ ഹാഫ് ആകുന്നതിന് 5 hours വേണം. നോക്കൂ, ഡിഫറൻസ് നോക്കൂ. ടെമ്പറേച്ചർ കുറഞ്ഞപ്പോൾ ടൈം കൂടുന്നത് കണ്ടോ? ഡികമ്പോസിഷൻ്റെ ടൈം കൂടുന്നത് കണ്ടു. ഇനി മറ്റൊരു കാര്യം കൂടി, 0 degree Celsiusലാണെങ്കിൽ, ദാറ്റ് ഈസ് ഐസ് കോൾഡ് ടെമ്പറേച്ചറിലാണെങ്കിൽ, വാട്ട്സ് ദ ടൈം ടേക്കൺ? ദ ടൈം ടേക്കൺ ഫോർ ദ ഡികമ്പോസിഷൻ ഓഫ് N2O5 ഇൻറ്റു ഇറ്റ്സ് ഹാഫ് ഈസ് എത്രയാണ്? 10 days, 10 ദിവസമാണ്. 0 degree Celsiusലാണ് ഈ റിയാക്ഷൻ നടക്കുന്നതെങ്കിൽ, ഡീകമ്പോസിഷൻ നടക്കുന്നതെങ്കിൽ എത്ര സമയം വേണമെന്നാണ് പറയുന്നത്? 10 ദിവസം വേണം എന്നാണ് പറയുന്നത്. ഇതിൽ നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്? ഇറ്റ് ഹാസ് ബീൻ ഫൗണ്ട് ദാറ്റ്, ഇത് നമുക്ക് കിട്ടുന്ന വിവരം എന്താണ്? ഫോർ എ കെമിക്കൽ റിയാക്ഷൻ വിത്ത് റൈസ് ഇൻ ടെമ്പറേച്ചർ ബൈ 10 degree Celsius, the rate of the reaction becomes double. അതാണ് നമുക്കിതിൽ നിന്ന് കിട്ടുന്ന ഒരു ഇൻഫോർമേഷൻ. അപ്പോൾ റിയാക്ഷൻ്റെ റേറ്റ് കൂടുന്നത് ടെമ്പറേച്ചർ കൂടുമ്പോഴാണ് എന്ന് മനസ്സിലാക്കാൻ എളുപ്പമാണ്. ടെമ്പറേച്ചർ കുറഞ്ഞപ്പോൾ റേറ്റും കുറയുകയാണ്. സോ ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് റേറ്റ് കൂടുകയാണ്. വെറും 10 degree Celsius, വെറും 10 ഡിഗ്രിയുടെ വേരിയേഷൻ നമ്മൾ വരുത്തിയാൽ, ദാറ്റ് മീൻസ് ഇഫ് യു ആർ റൈസിങ് ദ ടെമ്പറേച്ചർ ബൈ 10 degree, ഓൺലി 10 degree, ദ റേറ്റ് ബിക്കംസ് ഡബിൾ. ദാറ്റ് മീൻസ് അറീനിയസ് ഇക്വേഷൻ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ്റെ വരവ് ഇവിടെ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം റിയാക്ഷൻ്റെ റേറ്റിനെ ടെമ്പറേച്ചർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഏറ്റവും കൂടുതൽ പഠിച്ച ഒരു മഹാനായ സയൻറ്റിസ്റ്റാണ് ആര്? അറീനിയസ്. അദ്ദേഹം ഒരു ഇക്വേഷൻ അവിടെ കൊണ്ടുവരുന്നു. സ്വാഭാവികമാണ് അതല്ലേ? ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് ദ റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ. ഹൗ ദാറ്റ് മീൻസ് ഇഫ് യു ആർ റൈസിങ് ദ ടെമ്പറേച്ചർ, വാട്ട് ഈസ് ദ റൈസ് ഇൻ റേറ്റ് ഓഫ് റിയാക്ഷൻ? നമുക്കറിയാൻ ആഗ്രഹമുണ്ട്. ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് റേറ്റ് കൂടുന്നത് എങ്ങനെയെന്നും എപ്രകാരമാണെന്നും എത്ര കണ്ടാണെന്നും തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ നമുക്കൊരാഗ്രഹമുണ്ട്. ഈ ആഗ്രഹം മനസ്സിലായിക്കൊണ്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന ഇക്വേഷനാണ് അത് അറീനിയസ് ഇക്വേഷൻ. ഇറ്റ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. സാധാരണഗതിയിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും, ഈ അറീനിയസ് ഇക്വേഷൻ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു പോയിൻ്റ് ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പറില്ല. അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇതിൻ്റെ ഒരു വലിയൊരു ഡെറിവേഷനും എക്സ്പ്ലനേഷനും ഒക്കെ വരുന്നുണ്ട്. ആ ഭാഗത്തേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. സോ ദ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് ദ റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ ഈസ് എക്സ്പ്ലെയിൻഡ് ബൈ അറീനിയസ് ഇക്വേഷൻ. സോ വാട്ട് ഈസ് അറീനിയസ് ഇക്വേഷൻ? K ഈസ് ഈക്വൽ ടു A ഇൻറ്റു E റൈസ് ടു മൈനസ് EA ബൈ RT. It is very important. So once again, K is equal to A into E raised to minus EA by RT. ഇവിടെ ഓരോന്നും എന്തൊക്കെയാണെന്ന് അറിയണം. What is K?
K is rate constant or nothing but rate constant. Okay. What is A? A is a constant that is called Arrhenius constant. It is otherwise known as frequency factor. What is E? Exponential. Okay, you know. What is EA? EA is the, what is EA? EA is the activation energy. So what is activation energy? We will discuss. നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ഓക്കെ, പോയിന്റ് മാത്രം മനസ്സിലാക്കി വെക്കുക. EA. What is R? Universal gas constant. Do you know? What is its value? 8.314 joule per Kelvin per mole. That is known to you. Okay. What is T? Temperature in Kelvin. So everything is known to you now. Once again, K is rate constant. A is Arrhenius constant. EA is the activation energy. R is gas constant. And T is temperature in Kelvin. Okay. Then listen. There is a graph for getting the idea about the activation energy. It is very important. So, ആദ്യം റിയാക്റ്റൻസ് തമ്മിൽ കൊളൈഡ് ചെയ്തിട്ട് ഉണ്ടാകുന്ന ഒരു അൺസ്റ്റേബിൾ പ്രോഡക്റ്റ് ഉണ്ട്. ശരിക്കും അത് പ്രോഡക്റ്റാന്ന് പറഞ്ഞുകൂടാ, ഒരു ഇൻ്റർമീഡിയറ്റ് ആണ്. അതായത് റിയാക്റ്റൻറ്റിൽ നിന്ന് വന്ന് ഇൻ്റർമീഡിയറ്റ് ഉണ്ടായി പിന്നെയാണ് പ്രോഡക്റ്റായിട്ട് മാറുക. അപ്പോൾ ഈ ചേഞ്ച് വരുമ്പോൾ റിയാക്റ്റൻറ്റ് ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ആയി മാറി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. റിയാക്റ്റൻറ്റ് ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ആയി മാറി. ഈ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ആണ് ഡിക്കമ്പോസർ എന്തായി മാറുന്നത്? പ്രൊഡക്റ്റായി മാറുന്നത് അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ അൺസ്റ്റേബിൾ കോംപ്ലക്സിനെയാണ് ആക്ടിവേറ്റഡ് കോംപ്ലക്സ് എന്ന് പറയുക. ഈ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ആകുന്ന സമയത്ത് നമ്മൾ ആ ഗ്രാഫ് നോക്കിയാൽ കാണാൻ കഴിയും എനർജി കൂടിയ ഒരു അവസ്ഥയിലേക്കാണ് വരുന്നത് അല്ലേ? റിയാക്റ്റൻറ്റിൽ നിന്ന് ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ആയി മാറുമ്പോൾ എനർജി കൂടുകയാണ് ചെയ്തിരിക്കുന്നത്. സോ ദർ ഇസ് എൻ ഇൻക്രീസ് ഇൻ എനർജി. ദാറ്റ് മീൻസ് ദർ ഈസ് എ ലാർജ് ഡിഫറൻസ് ബിറ്റ്വീൻ എനർജി ബിറ്റ്വീൻ ഏതൊക്കെ തമ്മിൽ? റിയാക്റ്റൻറ്റ് ആൻഡ് ആക്ടിവേറ്റഡ് കോംപ്ലക്സ്. ഈ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ആകുന്നതിന് ഒരു എനർജി നാം കൊടുക്കേണ്ടതില്ലേ? റിയാക്റ്റൻ്റ് മോളിക്യൂൾസ് സ്വയം റിയാക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ കൊളൈഡ് ചെയ്തിട്ട് ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ആകുന്നില്ല. അതിന് നമ്മളൊരു എനർജി കൊടുക്കേണ്ടതുണ്ട്. കാരണം ദർ ഇസ് എൻ എനർജി ബാരിയർ. ആ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, ഗ്രാഫ് കാണുമ്പോൾ മനസ്സിലാവും എന്താണ് ദർ ഇസ് എൻ എനർജി ബാരിയർ. അപ്പോൾ ഇവിടെ എക്സ്ട്രാ എനർജി ഈസ് ടു ബി സപ്ലൈഡ് ടു ദ റിയാക്റ്റൻ്റ് മോളിക്യൂൾസ് ടു കൊളൈഡ് ഈച്ച് അതർ ആൻഡ് ടു ഫോം ദ ആക്ടിവേറ്റഡ് കോംപ്ലക്സ്. An extra energy is to be supplied. This extra energy supplied to the reactant molecules is called activation energy. ഈ എക്സ്ട്രാ എനർജിക്കാണ് നമ്മൾ എന്ത് പറയുന്നത്? ആക്ടിവേഷൻ എനർജി എന്ന് പറയുന്നത്. വേറെ തരത്തിൽ പറഞ്ഞാൽ the energy difference between the energy of the activated complex and reactant. ആക്ടിവേറ്റഡ് കോംപ്ലക്സിൻ്റെയും റിയാക്റ്റൻറ്റിൻ്റെയും എനർജിയിൽ വരുന്ന വേരിയേഷനാണ് ശരിക്കും എന്ത്? ആ വ്യത്യാസമാണ് എന്ത്? ആക്ടിവേഷൻ എനർജി. ദാറ്റ് ഈസ് ടു ബി സപ്ലൈഡ്. ഓക്കെ, അപ്പോൾ ഇവിടെ പൊട്ടൻഷ്യൽ എനർജി അഗെയിൻസ്റ്റ് റിയാക്ഷൻ കോർഡിനേറ്റിൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായി കഴിഞ്ഞു. H2 + I2 gives 2HI എന്ന് പറയുന്ന വെൽ നോൺ ഇക്വേഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം എന്താണ് ആക്ടിവേഷൻ എനർജി എന്നും എന്താണ് ആക്ടിവേറ്റഡ് കോംപ്ലക്സ് എന്നും. ഓക്കെ, സോ the intermediate is called, the unstable intermediate is called activated complex. Then activation energy definition note ചെയ്തോളൂ. എന്താണത്? The energy required to form the intermediate or activated complex. Simply, ഏറ്റവും സിമ്പിളായി പറഞ്ഞാൽ the energy required to form the activated complex, that is called activation energy. Simply. Okay. Then listen, most probable kinetic energy എന്നൊരു കൺസെപ്റ്റിലേക്ക് നമ്മൾ മെല്ലെ നീങ്ങണം. ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. മോസ്റ്റ് പ്രോബബിൾ കൈനറ്റിക് എനർജി. നോക്കൂ, നമ്മൾ ഒരു ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും ഒരേ സ്കോറിലേക്ക്, ഒരു ഉയർന്ന സ്കോറിലേക്ക് ഉയരാൻ കഴിയുമോ? അപ്പോൾ നമ്മളൊരു എക്സാമിനേഷൻ ഇട്ടാൽ തന്നെയും എല്ലാ കുട്ടികൾക്കും അതിൽ 100% റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയുമോ? മാർക്ക് ഉണ്ടാക്കാൻ കഴിയുമോ? ഇല്ല. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് വലിയൊരു വിഭാഗം കുട്ടികൾക്ക് കിട്ടുന്ന ഒരു ആവറേജ് സ്കോർ ഉണ്ടായിരിക്കും. ചില കുട്ടികൾ നല്ല ഔട്ട്സ്റ്റാൻഡിങ് കുട്ടികളുണ്ടായിരിക്കും, ആ കുട്ടികൾക്ക് നല്ല സ്കോർ കിട്ടും. ചിലപ്പോൾ തീരെ പഠിക്കാനും ശ്രമിക്കാത്ത കുട്ടികളുണ്ടായിരിക്കും, അവർക്ക് തീരെ കുറഞ്ഞ മാർക്കായിരിക്കും. പക്ഷേ മെജോറിറ്റിക്കും ഒരു ആവറേജ് എബവ് ആവറേജ് മാർക്കായിരിക്കും, ഒരു സ്കോറായിരിക്കും. അപ്പോൾ ഈ മെജോറിറ്റി കുട്ടികൾക്കും കിട്ടുന്ന ഒരു സ്കോറിനെ നമുക്ക് വേണമെങ്കിൽ മോസ്റ്റ് പ്രോബബിൾ സ്കോർ എന്ന് പറയാം. അതുപോലെ മാക്സ്വെൽ ആൻഡ് ബോൾസ്മാൻ യൂസ്ഡ് ദ സ്റ്റാറ്റിസ്റ്റിക്സ് ടു പ്രിഡിക്ട് ദ ബിഹേവിയർ ഓഫ് ലാർജ് നമ്പർ ഓഫ് മോളിക്യൂൾസ്. നേരത്തെ ലാർജ് നമ്പർ ഓഫ് സ്റ്റുഡൻസിനെ പറ്റി പറഞ്ഞ പോലെ നമ്മളെ കുറേ മോളിക്യൂൾസ് ഉണ്ട്, അതിൽ ലാർജ് നമ്പർ ഓഫ് മോളിക്യൂൾസ്, കൂടുതൽ മോളിക്യൂൾസിനെയും സ്വഭാവത്തെക്കുറിച്ച് വിശദീകരിക്കാൻ 2 സയൻറ്റിസ്റ്റ് മെനക്കെട്ടു. ഹു ആർ ദേ? മാക്സ്വെൽ ആൻഡ് ബോൾസ്മാൻ. എന്താ അവർ പറയുന്നത്? അവർ ചെയ്യുന്നത് ഓരോ മോളിക്യൂളിൻ്റെയും കൈനറ്റിക് എനർജി എടുക്കും. എന്നിട്ടോ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കൈനറ്റിക് എനർജി മേ ബി ഡിസ്ക്രൈബ്ഡ് ബൈ പ്ലോട്ടിംഗ്, ഒരു ഗ്രാഫിനെ പറ്റിയാണ് പറയുന്നത്, ബൈ പ്ലോട്ടിംഗ് ദ ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസ് വിത്ത് എ ഗിവൺ കൈനറ്റിക് എനർജി എഗെയിൻസ്റ്റ് കൈനറ്റിക് എനർജി. മോളിക്യൂൾസിൻ്റെ കൈനറ്റിക് എനർജി ഉണ്ട്. അപ്പോൾ കൈനറ്റിക് എനർജി, ഓരോ മോളിക്യൂളിൻ്റെയും കൈനറ്റിക് എനർജി, മോളിക്യൂൾസിൻ്റെ കൈനറ്റിക് എനർജി y ആക്സിലും
പിന്നെ ആ മോളിക്യൂൾസിൻ്റെ കൈനറ്റിക് എനർജി മീൻസ് മോളിക്യൂൾസിന് എത്രയുണ്ട്, ഓരോ മോളിക്യൂൾസിനും എത്ര വീതം കൈനറ്റിക് എനർജി ഉണ്ടെന്ന് കണക്കാക്കുമ്പോൾ ഫ്രാക്ഷൻസ് കിട്ടും നമുക്ക് അല്ലേ. ഫ്രാക്ഷൻ ആകെ മോളിക്യൂൾസിൽ ഇത്ര കൈനറ്റിക് എനർജി കാണിക്കുന്ന മോളിക്യൂൾസ് എത്ര, ആകെ മോളിക്യൂൾസിൽ ഇത്ര കൈനറ്റിക് എനർജി കാണിക്കുന്ന മോളിക്യൂൾസ് എത്ര, ആകെ മോളിക്യൂൾസിൽ ഇത്ര കൈനറ്റിക് എനർജി കാണിക്കുന്ന മോളിക്യൂൾസ് എത്ര. ദാറ്റ് മീൻസ് ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസ് വൈ ആക്സിൽ എടുക്കാം. കൈനറ്റിക് എനർജി കാണിക്കുന്ന ഡിഫറെൻറ്റ് കൈനറ്റിക് എനർജി കാണിക്കുന്ന ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസ് വൈ ആക്സിൽ എടുക്കാം. കൈനറ്റിക് എനർജി എക്സ് ആക്സിൽ എടുക്കുക. കൈനറ്റിക് എനർജി എക്സ് ആക്സിലും ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസ് വൈ ആക്സിലും എടുത്തിട്ട് നമുക്കൊരു ഗ്രാഫ് വരയ്ക്കാം. അങ്ങനെ വരയ്ക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ മോളിക്യൂൾസ് കാണിക്കുന്ന ഒരു പ്രത്യേക കൈനറ്റിക് എനർജി കിട്ടും. അതാണ് അവർ പറഞ്ഞതിൻ്റെ അർത്ഥം. ദ പീക്ക് ഓഫ് ദ കർവ്, ആ കർവിൻ്റെ അതൊരു കർവായിരിക്കും, ആ കർവിൻ്റെ പീക്ക് കറസ്പോണ്ട്സ് ടു ദ മോസ്റ്റ് പ്രോബബിൾ കൈനറ്റിക് എനർജി. അപ്പോൾ ഗ്രാഫ് എങ്ങനെ ഉണ്ടാവും നോക്കിയേ. ദ kinetic energy of maximum fraction of molecules, that is called the most probable kinetic energy. The kinetic energy possessed by maximum fraction of molecules, ഏറ്റവും കൂടുതൽ മോളിക്യൂൾസ് പോസസ് ചെയ്യുന്ന കാണിക്കുന്ന ഒരു കൈനറ്റിക് എനർജി, ദാറ്റ് ഈസ് കോൾഡ് മോസ്റ്റ് പ്രോബബിൾ കൈനറ്റിക് എനർജി. പണ്ട് നമ്മൾ മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി പഠിച്ചത് ഓർമ്മയുണ്ടായിരിക്കും അല്ലേ. അതുപോലെ ദ മോസ്റ്റ് പ്രോബബിൾ കൈനറ്റിക് എനർജി ഈസ് ദ കൈനറ്റിക് എനർജി പോസസ്ഡ് ബൈ മാക്സിമം ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസ്. അപ്പോൾ എന്തൊക്കെയാണ് എടുത്തിരിക്കുന്നത്? വൈ ആക്സിൽ ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസ് എടുക്കുക. ഇത്ര പാർട്ട് ഇന്ന കൈനറ്റിക് എനർജി, ഇത്ര പാർട്ട് ഇന്ന കൈനറ്റിക് എനർജി, ഇത്ര പാർട്ട് ഇന്ന കൈനറ്റിക് എനർജി. സോ ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസ് വൈ ആക്സിൽ എടുത്തു, കൈനറ്റിക് എനർജി അലോങ് ദി എക്സ് ആക്സിൽ എടുത്തു. ആ സമയത്ത് നമുക്ക് ഒരു പീക്ക് കിട്ടും. ദാറ്റ് പീക്ക് കറസ്പോണ്ട്സ് ടു ദി മോസ്റ്റ് പ്രോബബിൾ കൈനറ്റിക് എനർജി. ഓക്കെ, ഏറ്റവും കൂടുതൽ മോളിക്യൂൾസ് കാണിക്കുന്ന ഒരു കൈനറ്റിക് എനർജിക്കാണ് നമ്മൾ എന്താ പറയുക? മോസ്റ്റ് പ്രോബബിൾ കൈനറ്റിക് എനർജി എന്ന് പറയുക. ഇത് വെലോസിറ്റിയുമായിട്ട് ലിങ്ക് ചെയ്യുന്ന സമയത്ത് മോസ്റ്റ് പ്രോബബിൾ സ്പീഡ് എന്നും പറയും. കൈനറ്റിക് എനർജിയും സ്പീഡും തമ്മിൽ റിലേറ്റഡ് ആണല്ലോ. ഹാഫ് എം വി സ്ക്വയർ ആണ്, അതുകൊണ്ടാണ് ഇത്തരത്തിൽ കൂടി റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, ഇതിൽ പോസിബിലിറ്റി എന്താണ് എന്നാണ് പറയാൻ പോകുന്നത്. എത്രമാത്രം മോളിക്യൂൾസ് റിയാക്ട് ചെയ്യുന്നുണ്ട് എന്നൊരു പോസിബിലിറ്റി കൺസെപ്റ്റ് ഇവിടെ വരികയാണ്. ഇപ്പം നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് വിത്ത് കൈനറ്റിക് എനർജി അലോങ് ദി വൈ ആക്സിസ് ആൻഡ് കൈനറ്റിക് എനർജി എക്സ് ആക്സിസ് എടുത്ത് നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് ദ വൈറ്റ് ഏരിയ, ആ ഷെയ്ഡ് ചെയ്യാത്തൊരു ഭാഗം കണ്ടു നിങ്ങൾ അല്ലേ. ദ വൈറ്റ് ഏരിയ ഷോസ് ദ പ്രൊപ്പോർഷൻ ഓഫ് പാർട്ടിക്കിൾസ് ഇൻ ദ സാമ്പിൾ ദാറ്റ് ഡു നോട്ട് ഹാവ് ഇനഫ് എനർജി ടു റിയാക്ട് ചെയ്യാൻ കഴിവില്ലാത്ത, കൃത്യമായിട്ട് റിയാക്ട് ചെയ്യാൻ കഴിവില്ലാത്ത, കൈനറ്റിക് എനർജി അറ്റൈൻ ചെയ്തിട്ടില്ലാത്ത, കൊളൈഡ് ചെയ്യാൻ ആവശ്യത്തിനുള്ള എനർജി കിട്ടാത്ത ഒരു ഭാഗം മോളിക്യൂൾസിൻ്റെ ഫ്രാക്ഷനെ കാണിക്കാനാണ്. ഇത്രയും പാർട്ടിക്കിൾസിൽ എന്ത് കിട്ടിയിട്ടില്ല? നമ്മൾ വിചാരിക്കുന്ന ഒരു കൈനറ്റിക് എനർജി കിട്ടിയിട്ടില്ല എന്ന് കാണിക്കാനാണ് നമ്മൾ ഈ വൈറ്റ് ഏരിയ ഉപയോഗിക്കുന്നത്. ഇനി ഒരു ബ്ലൂ ഏരിയ നിങ്ങൾ കണ്ടു അല്ലേ, ഒരു ഷെയ്ഡഡ് ഏരിയ എന്ന് കണ്ടു. അത് ബ്ലൂ ഏരിയ ഷോസ് ദ പ്രൊപ്പോർഷൻ ഓഫ് ദ പാർട്ടിക്കിൾസ് ഇൻ ദ സാമ്പിൾ ദാറ്റ് ഹാവ് ഇനഫ് എനർജി ടു കൊളൈഡ് ഓർ ടു റിയാക്ട്. കൊളൈഡ് ചെയ്യാൻ അല്ലെങ്കിൽ റിയാക്ട് ചെയ്യാൻ ഇനഫ് കൈനറ്റിക് എനർജിയുള്ള ഇത്ര പാർട്ടിക്കിൾസ് ഇവിടെ ഉണ്ട്, ഇത്ര ഫ്രാക്ഷൻ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ട് എന്ന് നമുക്ക് ഈ ഗ്രാഫിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെ ഒരു സെപ്പറേഷൻ നടത്തിയിരിക്കുന്ന ഒരു ഡോട്ടർ ലൈൻ നിങ്ങൾ കണ്ടു, ദാറ്റ് ഈസ് ആക്ടിവേഷൻ എനർജി. അപ്പോൾ ഇത്രയെങ്കിലും ആക്ടിവേഷൻ എനർജി വന്നാലേ, ആക്ടിവേഷൻ എനർജി കൂടി വരികയാണ് അല്ലേ, എക്സാക്സിൽ ഉയർന്നു വരികയാണ് കൈനറ്റിക് എനർജി. അപ്പോൾ ഇത്രയും കൈനറ്റിക് എനർജി വന്നാലേ റിയാക്ടർ മോളിക്യൂൾസിനെ തമ്മിൽ കൊളൈഡ് ചെയ്തിട്ട് എന്തുണ്ടാക്കാൻ കഴിയുള്ളൂ? പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ആ ബ്ലൂ ലൈൻ ഏരിയയാണ് നമുക്ക് എന്ത് കാണുന്നത്? എത്രമാത്രം മോളിക്യൂൾസിനാണ് റിക്വയർഡ് ക്വാണ്ടിറ്റി ഓഫ് കൈനറ്റിക് എനർജി കിട്ടിയത് എന്ന് നമുക്ക് ഒരു ഐഡിയ കിട്ടുന്നുണ്ട് ഈ ഗ്രാഫിൽ നിന്ന്. ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. എന്താണ് ഇവിടെ ടെമ്പറേച്ചറിൻ്റെ ഇൻഫ്ലുവൻസ്? അപ്പോൾ കൈനറ്റിക് എനർജി കൂടി വരുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി, ഉയർന്ന കൈനറ്റിക് എനർജി കാണിക്കുന്ന ഒരു ഭാഗം മോളിക്യൂൾസ് ഉണ്ടെന്ന് മനസ്സിലാക്കി. പക്ഷേ അത്രയും കൈനറ്റിക് എനർജി കാണിക്കാത്ത ഒരു വലിയ ഭാഗം, അതാണ് പീക്ക്, ഉയർന്നു നിൽക്കുന്നുണ്ട്. അപ്പം കൈനറ്റിക് എനർജി കൂടിയവർ വളരെ കുറവാണ്, കൈനറ്റിക് എനർജി കുറഞ്ഞവർ പറ്റ കുറവാണ്. പക്ഷേ ആവറേജ് കൈനറ്റിക് എനർജി ഉള്ളവരാണ് ഏറ്റവും കൂടുതൽ. ദാറ്റ് ഈസ് കോൾഡ് മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി. നമ്മൾ മാർക്കിൻ്റെ കാര്യം ക്ലാസ്സിൽ പറഞ്ഞത് ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ ഈ കൈനറ്റിക് എനർജി മാക്സിമം ഉള്ള, റിയാക്ട് ചെയ്യാൻ, കൊളൈഡ് ചെയ്യാൻ ആവശ്യത്തിനുള്ള കൈനറ്റിക് എനർജി കിട്ടിയ രണ്ട് കണ്ടീഷനിലുള്ള, രണ്ട് ടെമ്പറേച്ചറിലുള്ള, അതായത് 10 ഡിഗ്രി റൈസ് ചെയ്തപ്പോഴുള്ള T+10ഉം Tയും, T ടെമ്പറേച്ചറിലുള്ള കൈനറ്റിക് എനർജി കാണിക്കുന്നവരെത്ര, T+10 ടെമ്പറേച്ചർ ആയപ്പോൾ ഈ കൈനറ്റിക് എനർജി, ആക്ടിവേഷൻ എനർജിക്ക് ശേഷം കൈനറ്റിക് എനർജി, ആക്ടിവേഷൻ എനർജിയേക്കാൾ കൈനറ്റിക് എനർജി കാണിക്കുന്നവരെത്ര എന്ന് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് ഗ്രാഫിനെ ഒരുമിച്ച് വരച്ചിരിക്കുകയാണ്. നേരത്തെ അതേ കണ്ടീഷൻ തന്നെയാണ്, വൈ ആക്സിലും എക്സ് ആക്സിലും അത് തന്നെ എടുക്കുന്നു. ദ മാക്സിമം ഓഫ് ദ കർവ്സ് മൂവ്സ് ടുവേഴ്സ് ദ
ഹയർ എനർജി വാല്യൂ. കണ്ടോ, മാക്സിമം എങ്ങോട്ടേക്ക് നീങ്ങി? ഹയർ എനർജി സൈഡിലേക്ക് നീങ്ങി. ആ പീക്ക് എങ്ങോട്ട് നീങ്ങി നോക്കൂ? ഹയർ എനർജി സൈഡിലേക്ക് നീങ്ങി. ആദ്യത്തെ ഗ്രാഫിൽ T എന്ന് പറയുന്ന ടെമ്പറേച്ചറിലെ ഗ്രാഫിൻ്റെ പീക്ക് ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നുണ്ട്. അതിൻ്റെ മോസ്റ്റ് പ്രോബബിൾ കൈനറ്റിക് എനർജി താഴേക്ക് നമ്മൾ വരച്ചാൽ കൈനറ്റിക് എനർജി കുറഞ്ഞൊരു ഭാഗത്താണ് കിട്ടുക. പക്ഷേ രണ്ടാമത്തെ ലൈൻ അതിൻ്റെ പീക്ക് ഇത്തിരി കുറഞ്ഞിട്ടുണ്ട്. പീക്ക് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസ് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്ത് സംഭവിച്ചിട്ടുണ്ട്? ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസ് ഹാവിങ് കൈനറ്റിക് എനർജി, ഹൈ കൈനറ്റിക് എനർജി കൂടിയിട്ടുണ്ട്, വലതുഭാഗത്തേക്ക് നീങ്ങിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ മാക്സിമം ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസ് കാണിക്കുന്ന കൈനറ്റിക് എനർജി, ദാറ്റ് ഈസ് മോസ്റ്റ് പ്രോബബിൾ കൈനറ്റിക് എനർജി കൂടുകയാണ് ചെയ്തിരിക്കുന്നത്. കാരണം ആ പീക്ക് നീങ്ങിയിട്ടുണ്ട്, ഷിഫ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇനി മറ്റൊരു കാര്യം കൂടി നോക്കിയേ, ഒരു റെഡ് പാർട്ടും ബ്ലൂ പാർട്ടും കണ്ടില്ലേ? അതിൽ ബ്ലൂ പാർട്ട് നോക്കിയേ, ദിസ് ഏരിയ ഷോസ് ദ ഫ്രാക്ഷൻ ഓഫ് അഡീഷണൽ മോളിക്യൂൾസ് വിച്ച് റിയാക്ട് ഫോർ ദ പ്രോഡക്റ്റ് അറ്റ് ഏതിലാണ്? T+10°C. കണ്ടോ ആ ബ്ലൂ പോർഷൻ നോക്കി നോക്കൂ. അപ്പം നേരത്തെ റെഡ് പോർഷനിൽ എന്താ സംഭവിക്കുന്നത്? T ടെമ്പറേച്ചറിൽ അത്രയും മോളിക്യൂൾസിനാണ് കൈനറ്റിക് എനർജി ഉണ്ടായിരുന്നത്, അത്രയും മോളിക്യൂൾസാണ് റിയാക്ട് ചെയ്തിരുന്നത് അല്ലേ. ആക്ടിവേഷൻ എനർജിയേക്കാൾ കൂടുതൽ കൈനറ്റിക് എനർജിയുള്ള ഇത്രയും ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസേ ഉള്ളൂ. പക്ഷേ ബ്ലൂ ലൈൻ വരുമ്പോൾ നോക്കൂ, അത്രയും കൂടി വന്നു അഡീഷണലായിട്ട്. ആ ബ്ലൂ പാർട്ട് അഡീഷണലായിട്ട് വന്നതാണ്. അപ്പോൾ അത്രയും മോളിക്യൂൾസിന് ഒരുമിച്ച് എന്ത് കിട്ടിയിട്ടുണ്ട്? കൈനറ്റിക് എനർജി കൂട്ടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ദാറ്റ് മീൻസ് ആക്ടിവേഷൻ എനർജിയേക്കാൾ കൈനറ്റിക് എനർജി കൂടിയ മോളിക്യൂൾസ് എണ്ണം ഏരിയ നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. എപ്പോഴാണത്? 10 ഡിഗ്രി റൈസ് ചെയ്തപ്പോഴാണ്. ദാറ്റ് മീൻസ് ദർ ഈസ് എൻ ഇൻഫ്ലുവൻസ് ഓഫ് ടെമ്പറേച്ചർ ഓൺ എന്താണ്? റിയാക്ഷൻ റേറ്റ്. ഓക്കെ, അപ്പോൾ റിയാക്ഷൻ റേറ്റിൽ ടെമ്പറേച്ചറിന് ഇൻഫ്ലുവൻസ് ഉണ്ടെന്ന് മനസ്സിലായി. ഇനി വളരെ ഭംഗിയായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ടെമ്പറേച്ചർ റൈസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ആ പീക്ക് ഷിഫ്റ്റ് ചെയ്ത് പോകുന്നതിൻ്റെ കൃത്യമായ ചിത്രം നമുക്ക് കാണാൻ കഴിയും. 300 ഡിഗ്രി കെൽവിനിൽ 300 കെൽവിനിൽ 600 കെൽവിനിൽ 900 കെൽവിനിൽ 1200 കെൽവിനിൽ കണ്ടോ 1200 കെൽവിൻ ആയപ്പോഴേക്ക് പീക്ക് ശരിക്ക് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ദാറ്റ് മീൻസ് കൈനറ്റിക് എനർജി ഉയർന്നൊരു ഭാഗത്തേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും എന്താണ്? വെൻ വി ആർ റൈസിങ് ദ ടെമ്പറേച്ചർ, ഇഫ് യു ആർ റൈസിങ് ദ ടെമ്പറേച്ചർ ഓട്ടോമാറ്റിക്കലി ദ കൈനറ്റിക് എനർജി ഓർ ദ മോളിക്യൂൾസ് വിത്ത് ഹൈ കൈനറ്റിക് എനർജി ഇൻക്രീസസ്. സോ കൊളീഷൻ്റെ റേറ്റ് കൂടും, റിയാക്ഷൻ പെട്ടെന്ന് നടക്കും, റിയാക്ഷൻ്റെ റേറ്റും കൂടുന്നു. വളരെ ഭംഗിയായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ, ഇത് T1ഉം T2ഉം രണ്ട് ടെമ്പറേച്ചർ തന്നിരിക്കുന്നു. അതിൽ T1നേക്കാൾ കൂടുതൽ ആക്ടിവേഷൻ എനർജി, ദാറ്റ് മീൻസ് ആക്ടിവേറ്റഡ് മോളിക്യൂൾസ് ഉള്ള നമ്പർ ഓഫ് ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസ് കൂടിയ ഒരു പാർട്ട് നമുക്ക് ഷെയ്ഡഡ് പാർട്ട് കിട്ടുന്നുണ്ട് T2 ആയപ്പോൾ. കണ്ടല്ലോ, T2 ഗ്രേറ്റർ ദാൻ T1. T1നേക്കാൾ കൂടുതലാണ്. ടെമ്പറേച്ചർ കൂടിയപ്പോൾ ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസും കൂടി, കൊളൈഡ് ചെയ്യുന്ന ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസ് കൂടി എന്നതിൻ്റെ കൃത്യമായ ചിത്രം തരുന്ന ഗ്രാഫാണിത്. ഇതൊക്കെ വരച്ച് പഠിക്കണം. ഓക്കെ, ഇനി എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ ഒന്ന് പൊതുവിൽ നമുക്ക് കൺസോൾഡേറ്റ് ചെയ്ത് എങ്ങനെ ഉണ്ടാവും? Increasing the temperature of the substance increases the fraction of molecules which collide with energies greater than EA. ഇതാണ് ഇത്ര നേരം പറഞ്ഞതിൻ്റെ ചുരുക്കം. Increasing the temperature of the substance increases the fraction of molecules which collide with energies greater than EA. EAനേക്കാൾ കൂടിയ എനർജിയോട് കൂടിയിട്ട് കൊളൈഡ് ചെയ്യുന്ന പാർട്ടിക്കിൾസിൻ്റെ എണ്ണം കൂടുകയാണ് ചെയ്തത്. എപ്പോൾ? ടെമ്പറേച്ചർ കൂടിയപ്പോൾ. ബൈ 10 degrees Celsius in rise in temperature the rate becomes double. അതെങ്കിലും അതാണ് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. വെറും 10 ഡിഗ്രി കൂട്ടിയാൽ മതി, റിയാക്ഷൻ്റെ റേറ്റ് ഡബിൾ ആകും. ഓക്കെ, in Arrhenius equation there is a term that is e raised to minus EA by RT that is called the fraction of molecules that have kinetic energy greater than EA. അതാണ് അതിൻ്റെ അർത്ഥം. E raised to minus EA by RT എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എൻട്രൻസിനൊക്കെ ചോദിക്കാം. അങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് പറയണം എന്താണ്? in Arrhenius equation E raised to minus EA by RT is the fraction of molecules that have kinetic energy greater than EA. What is EA? ആക്ടിവേഷൻ എനർജി. ആക്ടിവേഷൻ എനർജിയേക്കാൾ കൂടുതൽ കൈനറ്റിക് എനർജി ഉള്ള മോളിക്യൂൾസിൻ്റെ ഫ്രാക്ഷനെ കാണിക്കുന്ന ഒരു ഏരിയയാണ് ഇത് E raised to minus EA by RT. ഓർത്തിരിക്കുക. ഓക്കെ, അടുത്തത് taking natural log on both sides of the Arrhenius equation. So what is Arrhenius equation? K is equal to A raised to A into E raised to minus EA by RT. K is equal to A into E raised to minus EA by RT. അതിൽ രണ്ട് എൻഡിൽ നമുക്ക് എന്ത് കൊടുക്കാം? നാച്ചുറൽ ലോഗരിതം അപ്ലൈ ചെയ്യാം. അപ്പോൾ ln K is equal to minus EA by RT plus ln A എന്ന് വരും. ln മീൻസ് നാച്ചുറൽ ലോഗരിതം. ഓക്കെ, ഇനി നോക്കിയേ, ഇത് y is equal to mx plus c എന്ന ഒരു ഇക്വേഷൻ്റെ ഫോമിലല്ലേ? y is equal to mx plus c എന്ന ഇക്വേഷൻ്റെ ഫോമിലാണ്. ഇവിടെ y എന്ന് പറഞ്ഞാൽ ഏതാണ്? ln K, log K, നാച്ചുറൽ ലോഗ് K, ദാറ്റ് ഈസ് y. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1/t. 1/t ആണ് എക്സ് ഇവിടെ. അപ്പോൾ നമുക്ക് സ്ലോപ്പ് കിട്ടും. ആ സ്ലോപ്പാണ് എന്ത്? A by R.
What is EA? Activation energy. So slope is equal to minus EA by R. Negative slope ആയതുകൊണ്ട് മൈനസ് ഇട്ടുവെന്നേ ഉള്ളൂ. So EA by R. So activation energy can be determined ഗ്രാഫിക്കലി. ആക്ടിവേഷൻ എനർജി എങ്ങനെ കണ്ടുപിടിക്കാം? ഗ്രാഫിക്കലി കണ്ടുപിടിക്കാം. എന്തറിഞ്ഞിരിക്കണം? ആർ അറിഞ്ഞിരിക്കണം. എങ്ങനെ കിട്ടുക? ലോഗ് കെ അഗൈൻസ്റ്റ് 1/t ഗ്രാഫ് വരയ്ക്കുക. വി ഗെറ്റ് എ സ്ട്രൈറ്റ് ലൈൻ. ആ സ്ട്രൈറ്റ് ലൈൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കുക. സ്ലോപ്പ് ഗീവ്സ് എന്ത്? EA by R. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് EA കണ്ടുപിടിക്കാം. പ്രൊവൈഡഡ് R is not Q 8.314 ജൂൾ പെർ കെൽവിൻ പെർ മോൾ. അപ്പോൾ ആക്ടിവേഷൻ എനർജി ഒരു റിയാക്ഷൻ നടക്കുന്നു, അതിൽ ആക്ടിവേഷൻ എനർജി എത്ര എന്ന് മാത്തമാറ്റിക്കലി കണ്ടുപിടിക്കണമെന്നില്ല. നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഒരു ഗ്രാഫ് വരച്ചിട്ട് കണ്ടുപിടിക്കാൻ കഴിയും. അതിൻ്റെ മെത്തേഡാണ് ഇപ്പോൾ പറഞ്ഞത്. പറഞ്ഞ ഇക്വേഷൻ്റെ ആപ്ലിക്കേഷൻ മനസ്സിലായല്ലോ. ഇനി ശ്രദ്ധിക്കുക, നമ്മൾ നാച്ചുറൽ ലോഗാണ് ഇതുവരെ കണ്ടിരുന്നത്. അതിനെ കോമൺ ലോഗാക്കി മാറ്റുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഒരു 2.303 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമ്മൾ മൊത്തം ഇങ്ങനെ വരും. ഇമാജിൻ ചെയ്യുക, LN K എന്ന് പറയുന്നതിന് പകരം 2.303 ലോഗ് K എന്ന് വരും. പിന്നെ EA by RT എന്ന് വരും. EA by RT. പിന്നെയോ ലോഗ് എ എന്ന് പറഞ്ഞാൽ 2.303 ലോഗ് എ എന്നാണ് വരിക. അപ്പോൾ നമ്മൾ 2.303 കൊണ്ട് മൊത്തം ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ എങ്ങനെ വരും? നമുക്ക് ലോഗ് കെ ഈസ് ഈക്വൽ ടു മൈനസ് EA by 2.303 RT പ്ലസ് ലോഗ് എ എന്ന് വരും. ലോഗ് കെ ഈസ് ഈക്വൽ ടു മൈനസ് ഉണ്ട് കേട്ടോ, മൈനസ് EA by 2.303 RT പ്ലസ് ലോഗ് എ എന്ന് വന്നു. ഇതിൽ വാട്ട് ഈസ് കെ ഈസ് റേറ്റ് കോൺസ്റ്റൻറ്റ് അറ്റ് ടെമ്പറേച്ചർ T. വാട്ട് ഈസ് EA ആണ്. EA ഈസ് ദ ആക്ടിവേഷൻ എനർജി. വാട്ട് ഈസ് T? ടെമ്പറേച്ചർ ഇൻ കെൽവിൻ. വാട്ട് ഈസ് A? കൊളീഷൻ ഫാക്ടർ. അപ്പോൾ നമ്മൾ കോമൺ ലോഗിലേക്ക് മാറ്റി, നാച്ചുറൽ ലോഗിനെ കോമൺ ലോഗിലേക്ക് മാറ്റി. ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഇക്വേഷൻ ഇങ്ങനെയാണ്. രണ്ട് കണ്ടീഷൻ എടുക്കാൻ പോകുന്നു. രണ്ട് കണ്ടീഷനിൽ ഇക്വേഷൻ ഇങ്ങനെ കിട്ടുന്നു. അതായത് ടെമ്പറേച്ചർ T1 ആണെന്നിരിക്കട്ടെ, ആ സമയത്ത് കെയുടെ വാല്യൂ K1 ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ പറയാം. ലോഗ് K1 ഈസ് ഈക്വൽ ടു ലോഗ് എ മൈനസ് EA by 2.303 RT1. ടെമ്പറേച്ചർ T1 ആണ് എടുത്തിരിക്കുന്നത്. സോ ലോഗ് K1 ഈസ് ഈക്വൽ ടു ലോഗ് എ മൈനസ് EA by 2.303 RT1. നേരത്തെ നമ്മൾ പറഞ്ഞത് ലോഗ് കെ ഈസ് ഈക്വൽ ടു മൈനസ് EA by 2.303 RT പ്ലസ് ലോഗ് എ എന്നായിരുന്നു. ഇപ്പോൾ നമ്മൾ പൊസിഷൻ അങ്ങോട്ട് മാറ്റിയെന്നേ ഉള്ളൂ. ലോഗ് എയുടെയും മൈനസ് EA by 2.303 RT അങ്ങോട്ട് മാറ്റിയെന്നേ ഉള്ളൂ. വേറെ വ്യത്യാസമൊന്നും വരുത്തിയിട്ടില്ല. ഓക്കെ, അത് കണ്ടീഷൻ 1. ഇനി കണ്ടീഷൻ 2 ആണ്. അപ്പോൾ ഇക്വേഷൻ നമ്പർ 2 തന്നെ മാർക്ക് ചെയ്തു. ഇനി ഇക്വേഷൻ നമ്പർ 3ലേക്ക് കടക്കുന്നു. അതായത് നമ്മൾ കണ്ടീഷൻ മാറ്റുന്നു, ടെമ്പറേച്ചർ T2 ആക്കുന്നു. T2 ആക്കിയപ്പോൾ ഇക്വേഷൻ എങ്ങനെ വന്നു? ലോഗ് K2 ഈസ് ഈക്വൽ ടു ലോഗ് എ മൈനസ് EA by 2.303 RT2 എന്ന് വന്നു. ഇപ്പോൾ രണ്ട് ഇക്വേഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അതിന് നമ്മൾ എന്ത് ചെയ്യും? സെക്കൻഡ് ഇക്വേഷനെ ഫസ്റ്റ് ഇക്വേഷന് സബ്ട്രാക്ട് ചെയ്യും. അങ്ങനെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ വരും? ലോഗ് K2 മൈനസ് ലോഗ് K1 ഈസ് ഈക്വൽ ടു EA by 2.303 R 1/T1 മൈനസ് 1/T2. അപ്പോൾ മൈനസ് ആയി നമ്മൾ ബ്രാക്കറ്റിനുള്ളിലേക്ക് മാറ്റി. അതാണ് സംഭവിച്ചത്. ഓക്കെ ഇനി ആ T1 T2 എന്നുള്ളതിനെ LCM എടുക്കുമ്പോൾ എങ്ങനെ വരും? അതുപോലെ ലോഗ് K2 മൈനസ് K1 മിനിമൈസ് ചെയ്യുമ്പോൾ എങ്ങനെ വരും നോക്കാം. അപ്പോൾ എങ്ങനെ കിട്ടിയത്? ഇപ്പം ലോഗ് K2 by K1 ഈസ് ഈക്വൽ ടു EA by 2.303 R 1/T1 മൈനസ് 1/T2. അതുകൂടി നമ്മൾക്ക് ചുരുക്കുമ്പോൾ എങ്ങനെ കിട്ടും? ലോഗ് K2 by K1 ഈസ് ഈക്വൽ ടു EA by 2.303 R T2 മൈനസ് T1 by T1 T2 where K2 is the rate constant at T2 and K1 is the rate constant of the reaction at T1. കിട്ടിയില്ലേ? EA is the activation energy. This is called the integrated form of Arrhenius equation. So ഈ integrated form of Arrhenius equation വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഗ്രാഫിക്കലി റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ നിന്ന് അതിൽ നിന്ന് EA കണ്ടുപിടിക്കാം. ഇനി ഗ്രാഫിക്കലി റെപ്രസെൻ്റ് ചെയ്യുന്നില്ല, രണ്ട് ടെമ്പറേച്ചർ കണ്ടീഷനാണ് നമുക്ക് തരുന്നത്, അതിൽ നിന്നും EA കണ്ടുപിടിക്കാം. അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. അപ്പം ആക്ടിവേഷൻ എനർജി കാണുന്നതിനുള്ള വിവിധ മാർഗ്ഗങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇനി നോക്കിയാൽ നമ്മൾ നേരത്തെ വരച്ച അതേ ഗ്രാഫ്, അതിൽ LN K ആണ് എടുത്തിരുന്നത് 1 against 1/T. അതിന് പകരം കോമൺ ലോഗ് എടുത്തു. ലോഗ് K against 1/T ഗ്രാഫ് വരച്ചു. സ്ലോപ്പ് കിട്ടി. സ്ലോപ്പ് ഈസ് ഈക്വൽ ടു E മൈനസ് സ്ലോപ്പ് E എന്നാണ് ഒരു റെപ്രസെൻറ്റേഷൻ. സ്ലോപ്പ് ഈസ് ഈക്വൽ ടു E ഈസ് ഈക്വൽ ടു എങ്ങനെ കിട്ടും? EA by മൈനസ് ആണ്, മൈനസ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് സ്ലോപ്പ് നടത്തത്തില്ലേ, EA by 2.303 R. നേരത്തെ EA by R എന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്രാവശ്യം EA by 2.303 R സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക സ്ലോപ്പിൽ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? EAയുടെ വാല്യൂ കിട്ടും. അപ്പോൾ ഗ്രാഫിക്കലിയും ആക്ടിവേഷൻ എനർജി കണ്ടുപിടിക്കാം, മാത്തമാറ്റിക്കലിയും ആക്ടിവേഷൻ എനർജി കണ്ടുപിടിക്കാം. അതിനുള്ള ഇക്വേഷൻസ് ആണ് നമ്മൾ കണ്ടത്. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, കാറ്റലിസ്റ്റിൻ്റെ റോൾ എന്താണ് റിയാക്ഷനിൽ? ഇത് നമ്മൾ
ഫസ്റ്റ് ഇയറിൽ പഠിച്ചാണ് അല്ലേ. ചില കാര്യങ്ങൾ നമുക്കിതൊക്കെ ഓർമ്മയുണ്ട്. ലേഷാറ്റിലെ പ്രിൻസിപ്പിളൊക്കെ പഠിച്ച ആ കൂട്ടത്തിൽ പഠിച്ചാണ്. ഓക്കെ, ഈ കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാലോ? റിയാക്ഷനിൽ പങ്കെടുക്കാതെ റിയാക്ഷൻ്റെ റേറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കെമിക്കൽസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കാറ്റലിസ്റ്റുകൾ എന്ന് പറയുന്നത്. മിക്കവാറും മെറ്റൽസ് ഒക്കെയാണ് കാറ്റലിസ്റ്റ്. ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് ഒക്കെയാണ് സാധാരണ നല്ല കാറ്റലിസ്റ്റ്. പ്ലാറ്റിനം, നിക്കൽ, പലേഡിയം ഇതൊക്കെ നല്ല നല്ല കാറ്റലിസ്റ്റാണ്. പിന്നെ മാംഗനീസ് ഡയോക്സൈഡ് ഉണ്ട് അല്ലേ, ഇതൊക്കെ അയേൺ ഉണ്ട്. ഹെബർ പ്രോസസ്സിൽ മോളിബ്ഡിനം ഇതൊക്കെ നമുക്ക് അറിയുന്ന കേസാണ്. ഓക്കെ, അപ്പോൾ ആക്ടിവേഷൻ എനർജി കുറയ്ക്കലാണ് ശരിക്കും ഒരു കാറ്റലിസ്റ്റിൻ്റെ ഫംഗ്ഷൻ. അപ്പോൾ എനർജി അഗേൻസ്റ്റ് റിയാക്ഷൻ പ്രോഗ്രസ് ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് രണ്ട് കർവാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്, രണ്ട് ഗ്രാഫ്. ഒന്നാമത്തെ നോക്കിയാൽ ബ്ലൂ ലൈൻ കാണുന്നത് ആക്ടിവേഷൻ എനർജി കൂടിയൊരു കണ്ടീഷനാണ്. അത് അൺകാറ്റലൈസ്ഡ് ആണ്, കാറ്റലിസ്റ്റ് ഉപയോഗിച്ചിട്ടില്ല. അതൊരു ഹൈ ആക്ടിവേഷൻ എനർജിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ അത്രയും എനർജി നമ്മൾ കൊടുത്താലേ ആ റിയാക്ഷൻ നന്നായിട്ട് നടക്കുകയുള്ളൂ. പക്ഷേ കാറ്റലിസ്റ്റ് ഉപയോഗിക്കുമ്പോൾ ആക്ടിവേഷൻ എനർജി കുറഞ്ഞു. ആക്ടിവേഷൻ എനർജി കുറഞ്ഞ ഒരു പുതിയ പാത്തിലൂടെയാണ് ഇപ്പോൾ റിയാക്ഷൻ നടക്കുന്നത്. ദാറ്റ് മീൻസ് ആക്ടിവേഷൻ എനർജി ഡിക്രീസസ് വെൻ we are using a catalyst. കാറ്റലിസ്റ്റ് ഉപയോഗിക്കുമ്പോൾ ആക്ടിവേഷൻ എനർജി കുറയുകയാണ് ചെയ്യുന്നത്. സോ വാട്ട് ഇസ് ദ എഫക്റ്റ് ഓഫ് കാറ്റലിസ്റ്റ് മനസ്സിലായോ? വെൻ വി ആർ യൂസിങ് കാറ്റലിസ്റ്റ് വാട്ട് ഹാപ്പൻ? ആക്ടിവേഷൻ എനർജി ഡിക്രീസസ്. ക്ലിയർ ഉണ്ടാവും. ഇനി ശ്രദ്ധിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറിയിലേക്ക് നമ്മൾ കിടക്കുകയാണ്. അതായത് ഈ റിയാക്ഷൻ റേറ്റ് ടെമ്പറേച്ചറുമായിട്ടുള്ള ബന്ധം എന്ത്, റിയാക്ഷൻ റേറ്റും ടെമ്പറേച്ചറും തമ്മിൽ എങ്ങനെ റിലേറ്റ് ചെയ്യുന്നു എന്നുള്ളത് വളരെ ഭംഗിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്ന തിയറീസ് ഉണ്ട്. അതിലൊരു നല്ലൊരു തിയറിയാണ് എന്ത്? കൊളീഷൻ തിയറി. നോക്കൂ, എനർജറ്റിക് ആൻഡ് മെക്കാനിസ്റ്റിക് ആസ്പെക്ട് ഓഫ് റിയാക്ഷൻ തരുന്ന ഒരു തിയറിയാണെന്ത്? കൊളീഷൻ തിയറി. അതിലെന്തൊക്കെ പറയുന്നു? ദ കൊളീഷൻ ഫ്രീക്വൻസി ഈസ് ദ നമ്പർ ഓഫ് കൊളീഷൻസ് ദാറ്റ് ഹാപ്പൻ പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ എത്ര കൊളീഷൻ നടക്കുന്നു, ദാറ്റ് ഈസ് കോൾഡ് കൊളീഷൻ ഫ്രീക്വൻസി. എന്താ കൊളീഷൻ ഫ്രീക്വൻസി? ക്യാപിറ്റൽ എ അല്ലേ, അറേനിയസ് ഇക്വേഷനിൽ ഒരു എ എന്ന് പറഞ്ഞൊരു ടേം ഉണ്ട്. ദാറ്റ് ഈസ് കൊളീഷൻ ഫ്രീക്വൻസി. ഒരു സെക്കൻഡിൽ എത്ര കൊളീഷൻസ് നടക്കുന്നു, ദാറ്റ് ഈസ് കോൾഡ് കൊളീഷൻ ഫ്രീക്വൻസി. ഇനി കൊളീഷൻ തിയറിയിലെ മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ്, ദ മോർ ദ കൊളീഷൻസ് പെർ സെക്കൻഡ് ദർ ആർ, ദ മോർ കൊളീഷൻസ് ക്യാൻ ബി റിയാക്ട് എഫക്റ്റീവ് ആൻഡ് ലീഡ് ടു ദ പ്രോഡക്റ്റ് ഫോർമേഷൻ. കൂടുതൽ കൊളീഷൻസ് നടന്നാൽ, ഒരു സെക്കൻഡിൽ കൂടുതൽ കൊളീഷൻസ് നടന്നാൽ പെട്ടെന്ന് തന്നെ എന്തുണ്ടായിക്കൊണ്ടിരിക്കും? കൊളീഷൻസിൻ്റെ എഫക്റ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കും. ദാറ്റ് മീൻസ് റിയാക്ഷൻ്റെ പ്രോഡക്റ്റ് കൂടി വരും. ദാറ്റ് ഈസ് കൊളീഷൻ തിയറി. അപ്പോൾ കൊളീഷൻ തിയറിയുടെ പ്രധാനപ്പെട്ട രണ്ട് പോയിന്റ്സ് കിട്ടിക്കഴിഞ്ഞു. ഫ്രീക്വൻസി കൊളീഷൻസ് കൂട്ടുക, നമ്പർ ഓഫ് കൊളീഷൻസ് കൂട്ടുക, കൂടുതൽ പ്രോഡക്റ്റ് ഫോം ചെയ്യുക. ദാറ്റ് ഈസ് കോൾഡ് കൊളീഷൻ തിയറി. വളരെ ഭംഗിയായിട്ട് നമുക്ക് അതിൻ്റെ ചിത്രം കാണാൻ കഴിയും. വെരി സിമ്പിൾ. ഇതൊക്കെ നമുക്ക് അറിയുന്ന കേസാണ്, എന്നാലും പറഞ്ഞു എന്ന് മാത്രം ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി നോക്കിയേ കൊളീഷൻ തിയറിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ്. കൊളീഷൻ തിയറി എന്താ പറഞ്ഞു നോക്കിക്കോളൂ. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ്, ബിഫോർ എനി കെമിക്കൽ റിയാക്ഷൻസ് ക്യാൻ ഒക്കർ, പാർട്ടിക്കിൾസ് ഓഫ് ദ റിയാക്ടൻസ് ക്യാൻ ഹാവ് ടു കൊളൈഡ് വിത്ത് ഈച്ച് അതർ. എല്ലാ പാർട്ടിക്കിൾസും തമ്മിൽ കൂട്ടിയിടിക്കണം. പാർട്ടിക്കിൾസ് തമ്മിൽ ഓരോരുത്തരായിട്ട് കൂട്ടിയിടിക്കണം, എങ്കിലേ പ്രോഡക്റ്റ് ഫോർമേഷൻ്റെ റേറ്റ് കൂട്ടാൻ പറ്റുള്ളൂ. കൊളീഷൻ തിയറി സ്റ്റേറ്റ്സ് ദാറ്റ് ബിഫോർ എനി കെമിക്കൽ റിയാക്ഷൻസ് ക്യാൻ ഒക്കർ, പാർട്ടിക്കിൾസ് ഓഫ് ദ റിയാക്ടൻസ് ഹാവ് ടു കൊളൈഡ് വിത്ത് ഈച്ച് അതർ. പാർട്ടിക്കിൾസ് തമ്മിൽ എന്ത് ചെയ്യണം? കൂട്ടിയിടിക്കണം. പിന്നെയോ ഈ കൂട്ടിയിടി എല്ലാം എഫക്റ്റീവായി കൊള്ളുന്നില്ല. എല്ലാ കൂട്ടിയിടിക്കണം നിർബന്ധമാണ്. പാർട്ടിക്കിൾസ് എല്ലാം കൂട്ടിയിടിക്കണം. കൊളീഷൻ തിയറി അതാ പറയുന്നത്. പക്ഷേ എല്ലാ കൂട്ടിയിടി എന്തായിക്കൊള്ളുന്നില്ല? എഫക്റ്റീവായി കൊള്ളുന്നില്ല. ചിലപ്പോൾ സൈഡിൽ കൂടിയൊക്കെ ഇടിച്ച് പോകും. നേരെ ഇടിച്ച് കൊളൈഡ് ചെയ്ത് എഫക്റ്റീവായിട്ട് കൊളൈഡ് ചെയ്ത് പ്രോഡക്റ്റ് ഫോം ചെയ്യണം. ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ആണ് ആദ്യം ഉണ്ടാവുക എന്നിരിക്കലും പ്രോഡക്റ്റ് ഫോം ചെയ്യണം. പക്ഷേ അങ്ങനെ പ്രോഡക്റ്റ് ഫോം ചെയ്യാൻ എന്ത് വേണം? എഫക്റ്റീവ് കൊളീഷൻസ് വേണം. കൊളീഷൻ ദാറ്റ് പ്രൊഡ്യൂസസ് കെമിക്കൽ റിയാക്ഷൻ, കൊളീഷൻ ദാറ്റ് പ്രൊഡ്യൂസസ് കെമിക്കൽ റിയാക്ഷൻസ് ബൈ അച്ചീവിങ് ദ മിനിമം എനർജി ആൻഡ് കറക്റ്റ് കൊളീഷൻ ഓറിയൻറ്റേഷൻ. കൃത്യമായ എനർജിയും വേണം, മിനിമം എനർജിയും വേണം, കറക്റ്റ് ഓറിയൻറ്റേഷനും വേണം. എങ്കിൽ മാത്രമേ എന്ത് നടക്കുള്ളൂ? കൃത്യമായി എഫക്റ്റീവ് കൊളീഷൻ നടക്കുള്ളൂ. അപ്പോൾ കൊളീഷൻ തിയറിയിലെ പ്രധാനപ്പെട്ട പോയിന്റ് ആയി കഴിഞ്ഞു. ദാറ്റ് ഈസ് എഫക്റ്റീവ് കൊളീഷൻ. മോളിക്യൂൾസ് വിത്ത് ത്രഷോൾഡ് എനർജി വേണം. അതാണ് മിനിമം എനർജി എന്ന് പറയുന്നത്. ത്രഷോൾഡ് എനർജി. മോളിക്യൂൾസിന് തന്മാത്രകൾക്ക് ഒരു മിനിമം എനർജി വേണം, എങ്കിലേ കൂട്ടിയിടി എഫക്റ്റീവ് ആവുള്ളൂ. എനർജി ഇല്ലെങ്കിൽ കൂട്ടിയിടിക്കുന്ന ഒരു ഊർജ്ജം ഉണ്ടാവില്ല. അപ്പോൾ കൂട്ടിയിടി നടക്കണമെങ്കിൽ നല്ല എനർജി വേണം. സോ മോളിക്യൂൾസ് വിത്ത് ത്രഷോൾഡ് എനർജി. പിന്നെയോ മോളിക്യൂൾസ് എന്തായിരിക്കണം? പ്രോപ്പർ ഓറിയൻറ്റേഷനിലായിരിക്കണം. വെറുതെ സൈഡിൽ കൂടി ഒന്നും പോയിട്ട് ഇടിച്ചിട്ട് കാര്യമില്ല, പ്രോപ്പർ ഓറിയൻറ്റേഷൻ. ഈ രണ്ട് പോയിന്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എഫക്റ്റീവ് കൊളീഷൻ്റെ രണ്ട് പ്രധാനപ്പെട്ട പോയിന്റ്സ് എന്തൊക്കെയാണ്? ഒന്ന്, മോളിക്യൂൾസ് എന്തുണ്ടായിരിക്കണം? ത്രഷോൾഡ് എനർജി ഉണ്ടായിരിക്കണം. മിനിമം എനർജിയെങ്കിലും വേണം. കൂട്ടിയിടിച്ച് പ്രോഡക്റ്റ് ഫോം ചെയ്യാൻ, ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഉണ്ടാകാനുള്ള ഒരു മിനിമം എനർജി, ദാറ്റ് ഈസ് കോൾഡ് ത്രെഷോൾഡ് എനർജി. പിന്നെയോ പ്രോപ്പർ ഓറിയൻറ്റേഷനിലും ആയിരിക്കണം. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ നേരത്തെ പറഞ്ഞ അറീനിയസ് ഇക്വേഷന് ചെറിയൊരു മോഡിഫിക്കേഷൻസ് വരുത്തുകയാണ്. എയും ബിയും ആണ് ഇവിടുത്തെ റിയാക്റ്റൻസ് എന്ന് വിചാരിക്കുക, പ്രോഡക്റ്റ് ഉണ്ടാകുന്നു എന്ന് വിചാരിക്കുക. അവിടെ ഈ ചെറിയൊരു മാറ്റം ഇക്വേഷനിൽ കാണാൻ പറ്റും. അറീനിയസ് ഇക്വേഷൻ നമുക്കൊന്ന് മോഡിഫൈ ചെയ്യാം. എങ്ങനെ? K is equal to Z AB e raised to minus EA by RT.
ചെറുതായിട്ട് മാറ്റി. അപ്പോൾ എ ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ഇ എ ബൈ ആർ ടിക്ക് പകരം എക്ക് പകരം ഇപ്പോൾ നമ്മൾ ഇസെഡ് എ ബി എന്ന് എടുത്തു. എയും ബിയും തമ്മിലുള്ള കൊളീഷൻ്റെ ഫ്രീക്വൻസിയാണ് ഇസെഡ് എ ബി, വേർ ഇസെഡ് എ ബി ഈസ് ദ കൊളിഷൻ ഫ്രീക്വൻസി ഓഫ് റിയാക്റ്റൻസ്. എന്തിനാണ് ഇപ്പോൾ ഇങ്ങനെ ചെയ്തെന്ന് നോക്കാം. വേറൊരു ഫാക്ടർ കൂടി വരുന്നുണ്ട്, അതിനാണ് ഇപ്പോൾ എനെ എല്ലാം ഒന്ന് മാറ്റിയത്. ഓക്കെ, വെരി സിമ്പിൾ. അങ്ങനെയാണെങ്കിൽ ഓറിയൻറ്റേഷനെ കൂടി പരിഗണിക്കാൻ പോവുകയാണേ. ശ്രദ്ധിക്കുക, അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് മീഥൈൽ ബ്രോമൈഡും OH മൈനസ് നമ്മളൊരു കൊളീഷനാണ്. മീഥൈൽ ബ്രോമൈഡ് ഓർഗാനിക് കോമ്പൗണ്ടാണ്, ഹാലോ ആൽക്കേനാണ്. OH മൈനസ് എന്ന് പറയുന്ന ഒരു ന്യൂക്ലിയോഫൈലാണ്. ഇത് രണ്ടും കൂടിയിട്ട് കൊളൈഡ് ചെയ്ത് പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നു. അതിൽ പ്രോപ്പർ ഓറിയൻറ്റേഷൻ നടന്നിട്ടില്ലെങ്കിൽ പ്രോഡക്റ്റ് ഫോർമേഷൻ നടക്കില്ല. പ്രോപ്പർ ഓറിയൻറ്റേഷനിലാണ് കൂട്ടിയിടി നടന്നത്. അതുകൊണ്ടാണ് എന്ത് നമുക്ക് കിട്ടുന്നത്, ആൽക്കഹോൾ കിട്ടുന്നത്, മെത്തനോൾ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ പ്രോപ്പർ ഓറിയൻറ്റേഷൻ്റെ ഏറ്റവും നല്ല എക്സാമ്പിളാണ് ഈ പറഞ്ഞിരിക്കുന്നത് മീഥൈൽ ബ്രോമൈഡ്, ബ്രോമോ മീഥേൻ ഈ റിയാക്ടിങ് വിത്ത് OH മൈനസ് ന്യൂക്ലിയോഫൈൽ, കൊളൈഡിങ് വിത്ത് ന്യൂക്ലിയോഫൈൽ, എ സബ്സ്റ്റിറ്റ്യൂഷൻ ഈസ് ടേക്കിംഗ് പ്ലേസ്. അത് പ്രോപ്പർ ഓറിയൻറ്റേഷനിലാണെങ്കിൽ മാത്രമേ അത്തരത്തിലുള്ളൊരു സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുന്നുള്ളൂ, അല്ലെങ്കിൽ ഇല്ല. അങ്ങനെ വരുമ്പോൾ ആ ഒരു പ്രോപ്പർ ഓറിയൻറ്റേഷൻ ഫാക്ടർ കൂടി നമുക്ക് പരിഗണിക്കേണ്ടി വരും. സോ എ ന്യൂ അറീനിയസ് ഇക്വേഷൻ, ദാറ്റ് മീൻസ് എ മോഡിഫൈഡ് അറീനിയസ് ഇക്വേഷൻ ഈസ് ഒബ്റ്റൈൻഡ്. എങ്ങനെ വന്നു? എയുടെ സ്ഥാനത്ത് നമ്മൾ നേരത്തെ ഇസെഡ് എന്ന് എടുത്തിരുന്നത്, ഇപ്പോൾ എക്ക് ഇസെഡിൻ്റെ കൂടെ ഒരാളെയും കൂടി കിട്ടി, ദാറ്റ് ഈസ് പി സെഡ് ഓർ ഇസെഡ് പി. ചില ബുക്കിൽ ഇസെഡ് പി എന്നാണ്, ചില ബുക്കിൽ പി സെഡ് എന്നാണ്. സോ നൗ യു ഗോട്ട് ദ എക്സ്പ്രഷൻ കെ ഈസ് ഈക്വൽ ടു പി ഇസെഡ് ഇ റൈസ് ടു മൈനസ് ഇ എ ബൈ ആർ ടി. Pz e raised to minus Ea by RT, where P is called the fraction of collisions with the proper orientation for reaction. റിയാക്ഷൻ നടക്കുന്നതിന് പ്രോപ്പർ ഓറിയൻറ്റേഷൻ നടക്കുന്ന മോളിക്യൂൾസിൻ്റെ ഫ്രാക്ഷൻ, പ്രോപ്പർ ഓറിയൻറ്റേഷൻ ഉള്ള മോളിക്യൂൾസിൻ്റെ ഫ്രാക്ഷൻ ഓഫ് കൊളീഷൻസ്, ദാറ്റ് ഈസ് കോൾഡ് പി. എന്താണ് ഈ സെഡ് എന്ന് പറഞ്ഞാൽ? ഇസെഡ് ഈസ് ദ കോൺസ്റ്റാൻറ്റ് ദാറ്റ് ഈസ് റിലേറ്റഡ് ടു കൊളീഷൻ ഫ്രീക്വൻസി. നമ്മൾ നേരത്തെ കണ്ടതാണ്. വാട്ട് ഈസ് ഇ എ? ഇ എ ഈസ് ദ ആക്ടിവേഷൻ എനർജി, ദാറ്റ് ഇസ് നോൺ ടു യു. വാട്ട് ഈസ് ആർ? ദ ഗ്യാസ് കോൺസ്റ്റന്റ്, ദാറ്റ് ഇസ് ഓൾസോ നോൺ ടു യു. വാട്ട് ഈസ് കെ? വാട്ട് ഈസ് ടി? ടി ഈസ് ദ ടെമ്പറേച്ചർ ഇൻ കെൽവിൻ. ആൻഡ് വാട്ട് ഈസ് ഇ എ? ഇ റൈസ് ടു മൈനസ് ഇ എ ബൈ ആർ ടി. നേരത്തെ അതും കണ്ടതാണ്. ദ ഫ്രാക്ഷൻ ഓഫ് കൊളീഷൻസ് വിത്ത് സഫീഷ്യൻ്റ് എനർജി ഗ്രേറ്റർ ദാൻ ആക്ടിവേഷൻ എനർജി. ഓക്കെ, ഇനിയോ ഇതിൽ ഒരു ചെറിയൊരു പോയിന്റ് കൂടി, അത്രയും കൂടി പറഞ്ഞാൽ നമ്മൾ ആ ഭാഗം തീരാൻ പോവാണ്. കെ ഇസ് ഇക്വൽ ടു പി സെഡ് എന്ന് പറയുന്നതിന് പകരം ഇസെഡ് പി എന്ന് പറയാമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. കെ ഇസ് ഇക്വൽ ടു ഇസെഡ് പി ഇ റൈസ് ടു മൈനസ് ഇ എ ബൈ ആർ ടി എന്ന് പറഞ്ഞു. ഇതിൽ കെ ഇൻക്രീസസ് വിത്ത് ടി, അത് കണ്ടാൽ തന്നെ നമുക്കറിയാം അല്ലേ. കെ ഇൻക്രീസസ് വിത്ത് ടി, ടെമ്പറേച്ചർ കൂടുമ്പോൾ റേറ്റ് കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ കൂടും, ദാറ്റ് ഇസ് റേറ്റ് ഇൻക്രീസസ്. കെ ഡിക്രീസസ് വിത്ത് ഇ എ, അതാണ് മൈനസ് ഇ എ എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രത്യേകത. കണ്ടല്ലോ. അപ്പോൾ ഇ എ കൂടിയാൽ എന്ത് കുറയും? റേറ്റ് കുറയും. ആക്ടിവേഷൻ എനർജി കൂടിയാൽ റേറ്റ് കുറയും. ഇത് എൻട്രൻസിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റനാണ്. പുറത്തിന് വൺ വേർഡ് ക്വസ്റ്റൻ ആയിട്ടൊക്കെ ചോദിക്കാം. ഫസ്റ്റ് പാർട്ടിൽ തിയറി ക്വസ്റ്റ്യൻ പേപ്പറിൽ വൺ വേർഡ് പാർട്ടിലൊക്കെ ഈ ഭാഗങ്ങൾ ചോദിക്കാം. സോ ആക്ടിവേഷൻ എനർജി കൂടിയാൽ കെ കുറയും, കെ ഡിക്രീസസ്. വേറസ് ടെമ്പറേച്ചർ കൂടിയാൽ കെ ഇൻക്രീസസ്. ബാക്കിയുള്ള ടേംസൊക്കെ നിങ്ങൾക്ക് പരിചിതമാണ്. അതിലൊരു പോയിൻ്റ് കൂടി സൂചിപ്പിക്കാം. ഈ പി എ നമ്മൾ പ്രോപ്പർ ഓറിയൻറ്റേഷൻ്റെ ഫ്രാക്ഷനായിട്ടാണ് പറയുന്നത്. പ്രോപ്പർ ഓറിയൻറ്റേഷൻ്റെ ഫ്രാക്ഷൻ കൊളീഷൻ്റെ ഫ്രാക്ഷനാണ്. പക്ഷേ അതിൽ ഒരു ടേം കൂടിയുണ്ട്, ദാറ്റ് ഇസ് called probability factor or steric factor, വേറൊരു term that is very important. So P is otherwise known as steric factor. Steric means തടസ്സമാണ്. steric factor and Z is called collision frequency. ബാക്കിയുള്ള ടേംസ് ഒക്കെ നിങ്ങൾക്ക് പരിചിതമാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കൊളിഷൻ തിയറി നമുക്ക് ഇങ്ങനെ പറയാമോ നോക്കുക. In collision theory, EA and proper orientation of molecules determine the criteria, മാനദണ്ഡം എന്തിൻ്റെ? ഫോർ an effective collision. ഒരു എഫക്റ്റീവ് കൊളിഷൻ്റെ മാനദണ്ഡം എന്താണ്? ക്രൈറ്റീരിയ എന്താണ്? ഒരു കൊളിഷൻ നടക്കുന്നുണ്ട്. കൊളിഷൻ തിയറിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റാണത്. കൊളിഷൻ നടക്കുന്നുണ്ട്, പക്ഷേ അത് എഫക്റ്റീവ് ആയിക്കൊള്ളുന്നില്ല. ഒരു എഫക്റ്റീവ് കൊളിഷനാണ് നടക്കുന്നതെന്ന് വിചാരിക്കുക. എങ്കിൽ ആ എഫക്റ്റീവ് കൊളിഷൻ്റെ ക്രൈറ്റീരിയൻ എന്തായിരിക്കും? എന്തൊക്കെയായിരിക്കും ക്രൈറ്റീരിയ? രണ്ട് കാര്യങ്ങളാണ് പറയാനുള്ളത്. ഒന്നേതാണ്? EA, വാട്ട് ഈസ് ദാറ്റ്? ആക്ടിവേഷൻ എനർജി. അത് നിർബന്ധമാണ്, നമ്മൾ സൂചിപ്പിച്ചാണ്. എന്നാലും രണ്ട്, പ്രോപ്പർ ഓറിയൻറ്റേഷൻ. ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഹെൻസ് ദ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ ഇൻക്രീസസ് വിത്ത് വെരി ഗുഡ് കൊളിഷൻ, എഫക്റ്റീവ് കൊളിഷൻ. കൃത്യമായി എഫക്റ്റീവ് കൊളിഷൻ നടന്നാൽ റേറ്റ് കൂടും. അപ്പോൾ എഫക്റ്റീവ് കൊളിഷൻ നടക്കണം എന്ത് വേണം? ആക്ടിവേഷൻ എനർജി വേണം, നമ്പർ 1. നമ്പർ 2, പ്രോപ്പർ ഓറിയൻറ്റേഷനിലായിരിക്കണം കൊളിഷൻ നടക്കേണ്ടത്. ഇത്രയും രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് വരുന്നത്. അങ്ങനെയാണെങ്കിൽ
കൊളിഷൻ തിയറിയുടെ ഒരു ഡ്രോബാക്ക് എന്താണെന്ന് സൂചിപ്പിക്കാം. ഒരു കുറവ് വളരെ സിമ്പിളാണ്, എന്നാലും പറയാതിരിക്കാൻ പറ്റില്ല, ചിലപ്പോൾ അത് ചോദിക്കാം പരീക്ഷയ്ക്ക്. ഇറ്റ് കൺസിഡേഴ്സ് പാർട്ടിക്കിൾസ് ടു ബി ഹാർഡ് സ്ഫിയേഴ്സ് ആയിട്ടാണ് പാർട്ടിക്കിൾസിനെ കാണുന്നത്. ആൻഡ് ഇഗ്നോർസ് ദർ സ്ട്രക്ചറൽ ആസ്പെക്ട്സ് ഒന്നും പരിഗണിക്കുന്നേ ഇല്ല, അല്ലേ? മോളിക്യൂൾസ് ഇങ്ങനെ കൂട്ടിയിടിക്കുന്നു, കൊളൈഡ് ചെയ്യുന്നു, അത് ഹാർഡ് സ്ഫിയേഴ്സ് കൂട്ടിയിടിക്കും പോലെയാണ്, ശരിക്കും ഗോളങ്ങൾ കൂട്ടിയിടിക്കും പോലെയാണ്. അത്രയും ഹാർഡാണോ ഈ പാർട്ടിക്കിൾസ് എല്ലാം? അവരുടെ സ്ട്രക്ചർ ഫാക്ടേഴ്സും ആസ്പെക്ട്സ് ഒന്നും ഇല്ലേ? അതിനെപ്പറ്റിയൊന്നും പരിഗണിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ അത് നമ്മളെ കെമിക്കൽ കൈനറ്റിക്സ് എന്ന ചാപ്റ്ററിലെ ഏറ്റവും രസകരമായ ഒരു ഭാഗമായിരുന്നു ഇപ്പോൾ തീർന്നത്. ദാറ്റ് ഈസ് കൊളിഷൻ തിയറി. വെരി സിമ്പിൾ. 2 ഇക്വേഷനാണ് പ്രധാനപ്പെട്ടതായിട്ടുണ്ടായിരുന്നത്. ഒന്ന് അറീനിയസ് ഇക്വേഷൻ, ദാറ്റ് ഈസ് കെ ഈസ് ഇക്വൽ ടു എ ഇൻറ്റു മൈനസ് ഇ എ ബൈ ആർ ടി. അതിൻ്റെ മോഡിഫൈഡ് ഫോം, ദാറ്റ് ഈസ് കെ ഈസ് ഇക്വൽ ടു പി സെഡ് ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ഇ എ ബൈ ആർ ടി. അതിൽ ഓരോ ടേമും എന്താണെന്നും എന്തൊക്കെയാണ് ഫാക്ടേഴ്സ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഒരു എഫക്റ്റീവ് കൊളീഷൻ നടക്കുന്നതിന് എനർജിയും വേണം, പ്രോപ്പർ ഓറിയൻറ്റേഷനും വേണം. അതുപോലെ കെമിസ്ട്രി എന്ന വിഷയത്തിൽ നല്ല മാർക്ക് വാങ്ങുന്നതിനും ആക്ടിവേഷൻ എനർജി വേണം, എക്സ്ട്രാ ബൂസ്റ്റിങ്ങും വേണം, പ്രോപ്പർ ഓറിയൻറ്റേഷനും വേണം. വിഷ് ഓൾ ദി ബെസ്റ്റ്. ബൈ ദിസ് വി ഹാവ് കംപ്ലീറ്റഡ് അവർ 4th chapter. We will meet again with a new chapter. Subscribe the channel SPCL Bond. Thank you.